സിജു വിൽസൺ എന്ന് പറഞ്ഞ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. 19ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ആ പേര് രജിസ്റ്റർ ആയി. അതുവരെ ഈ പറയുന്ന പോലെ ഇന്ന പടത്തിലെ ആക്ടർ അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ ചെയ്ത ക്യാരക്ടർ നെയിംസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അറിഞ്ഞത്. അപ്പോൾ പേര് ഭയങ്കരമായിട്ട് രജിസ്റ്ററായി. അതുപോലെ തന്നെ നല്ല പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. സിനിമ ഒരിക്കലും ഇറങ്ങുള്ളൂ, ഒരു സിനിമ ഒരിക്കലും ഇറങ്ങുള്ളൂ. ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ എത്ര പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പോൾ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് പല സ്വഭാവമുള്ള ആൾക്കാർ ജോയിൻ്റായിട്ട് നിന്നിട്ട് ഒരു സിനിമ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം നമ്മളൊരു പ്രീ പ്ലാൻഡായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാരിറ്റിയോടുകൂടി ചെയ്യാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. NN പിള്ളയുടെ പേരിൽ നാടക മത്സരം നടന്ന കേരളത്തിലെ ഏക സ്ഥലം നമ്മുടെ നാടാണ് മാണിയാട്ട്. NN പിള്ള സ്മാരക നാടക മത്സരം. ഒരു 3000-ലധികം ആളുകൾ നാടകം കാണാൻ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും 10 ദിവസമാണ് നാടക മത്സരം. ഒരു ദിവസം 2 ദിവസമല്ല, ഈ 10 ദിവസവും നിറയെ ആളുകൾ വരും. ആളുകളുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഈ അടുത്തൊന്നും പോകാൻ വഴിയില്ല എന്ന് വെച്ചാൽ, കാരണം അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എവിടെ ചെല്ലുമ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ ബാലൻസിങ് പലപ്പോഴും തെറ്റും. അപ്പോഴൊക്കെയാണ് ഈ പറയുന്ന സിനിമകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വിചാരിച്ച പോലത്തെ ഒരു ഔട്ട് ചിലപ്പോൾ കിട്ടാതെ വരികയും അങ്ങനെ സംഭവങ്ങൾ. ചിലത് ഭയങ്കര ഗംഭീരമാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. നമ്മുടെ വഴി നമ്മൾ തന്നെ തെളിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ വഴികളാണ്. ലിസോണിൽ ഗോളൊന്നുണ്ടായിരുന്നു. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 19ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ആറാട്ടുപുഴ വേലായ പണിക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ലുക്കും ഫിസിക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലുക്കിൽ തന്നെ വേറൊരു ഇതിൽ കാണാമെന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എന്നോട് താല്പര്യമുണ്ട്. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഏറ്റവും അടുത്ത് റിലീസാകാൻ പോകുന്ന മൂവി April 26th ഹിറ്റിംഗ് തിയേറ്റർ സൂൺ. യെസ്, അതിൻ്റെ സിനിമയുടെ പേരാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന മൂവി. ഇന്ന് അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ആൻഡ് ഐ വെൽക്കം ദ ഹോൾ ടീം. ഹലോ ഹലോ കൃഷ്ണ ചേട്ടാ, ആൻഡ് സിജു, ചേച്ചി, ആൻഡ് കൃഷ്ണേന്ദു. അപ്പോൾ എന്താണ് സംഭവങ്ങൾ പറയൂ ഇതിൻ്റെ? കാരണം കുറേ നാളായിട്ടൊക്കെ വെയിറ്റിംഗ് ആണ്. നമ്മൾ തിയേറ്ററിലേക്ക് ഒന്ന് വരിക എന്നുള്ള ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഏത് പടത്തിൻ്റെയും. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറയൂ. എനിക്ക് കുറേ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എന്നിലുള്ള ഔഷധ ഗുണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിലുള്ള ഔഷധ ഗുണമൊക്കെ കഴിഞ്ഞിരിക്കുക. അതിൻ്റെ ഒരു ഹാങ് ഓവർ ഇരിക്കുവാണെന്നല്ലേ? അതെ, പിന്നെ ഇടയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസും ക്യാരറ്റ് ജ്യൂസും ഒക്കെ കുടിച്ച് ഒന്ന് പമ്പ് ആവണമെന്നല്ലേ? അപ്പോൾ പറയൂ ആ സന്തോഷം. സിജു, എന്താ പറയുക, ഞാൻ 19ാം നൂറ്റാണ്ടിന് ശേഷം ചെയ്യുന്ന, അതായത് ലീഡ് റോളിൽ ചെയ്യുന്ന ഒരു സിനിമയാണ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഞാൻ 19ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ക്രിപ്റ്റുകൾ കേട്ടാൽ എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇതിപ്പോൾ തന്നെ ചെയ്യണം എന്ന് തോന്നി. എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഡേറ്റ് കൊടുത്തത്, പെട്ടെന്ന് ഷൂട്ട് ചെയ്ത സിനിമയാണ് പഞ്ചവത്സര പദ്ധതി. കാരണം എന്തുകൊണ്ടും 19ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടിയൊരു ആക്സെപ്റ്റൻസും കാര്യങ്ങളിൽ നിന്നും ഇത് കഴിഞ്ഞിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നൊരു സിനിമയായിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ പിക്ക് ചെയ്ത സിനിമയാണ് പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ 26ാം തീയതി റിലീസാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ജോണറിലുള്ളൊരു സിനിമയാണ്. സോഷ്യോ പൊളിറ്റിക്കൽ സറ്റയറാണ്. സറ്റയേഴ്സ് അധികം എനിക്കൊരു എന്നാത്താൻ കേസ് കൂടെ ലാസ്റ്റ് ഒരു അങ്ങനത്തെ രീതിയിൽ ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിൽ ആ ഒരു പരിപാടി വരുന്നത് ലാസ്റ്റ് ആ ഒരു സിനിമയായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ജോണറിലൊരു സിനിമയാണ്. എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. എന്നാലൊരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ആവശ്യകത അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കൊണ്ടുള്ള ഒരു പർപ്പസ് നമ്മൾ അതിൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. വിശേഷി പറ, എന്താണ് വിശേഷങ്ങൾ? രാവിലെ തൊട്ട് ഇങ്ങനെ അല്ലേ ഡിന്നറൊക്കെ കഴിച്ചിപ്പോ കിടക്കാനാ തോന്നുന്നല്ലേ? ഇപ്പൊ ഒരു ജ്യൂസ് കുടിച്ചപ്പോ ഉറക്കം വരുന്നു. ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ ഉറക്കം പോകണം. അങ്ങനെയല്ല, ജ്യൂസ് കുടിച്ചപ്പോഴേ മധുരമൊക്കെ ചെന്ന് മധുരം കഴിച്ചാൽ ഉറക്കം വരും, എനർജി ആവുന്നുള്ളതാണ്. ഇല്ല, മധുരം നമ്മളെ തളർത്തുന്നാണോ? പിന്നെ പഞ്ചസാര തളരരുത് രാംകുട്ടി, ഒരിക്കലും ഒരു മനുഷ്യന് പഞ്ചസാര, മൈദ, വെള്ള അരി, അങ്ങനെ വൈറ്റൊക്കെയുള്ള ഒരു സാധനം കൊടുക്കരുത്.
നമ്മളിപ്പോ ഇത് മറ്റേ കൂടുതൽ energy കൂടുതൽ. അല്ല ഞാൻ നിങ്ങൾക്ക് energy ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പൊ energy ആയില്ലേ? എനിക്ക് കുറച്ച് energy ആയി. പഞ്ചസാരയുടെ പഞ്ചവര കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പഞ്ചവത്സരത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു. പഞ്ചസാര ഇനിയിപ്പോ ഞാനും കുറച്ച് എനർജി ആയി. ഇപ്പൊ മൊത്തത്തിലൊരു energy ആയില്ലേ? അതാണ് മാഷിന് കുറച്ച് എനർജി കുറഞ്ഞു. അല്ല, അതിന് എനർജി വേറെ സാധനം വരുന്നുണ്ട് ഇപ്പൊ. പറയാ മാഷക്ക് എനർജി ഉണ്ടാവും, നമ്മള് വേറെ സംഭവം കൊടുക്കാം. പിന്നെ ഇതൊന്നും കഴിയട്ടെ. അതെന്തൊക്കെയാണ് അപ്പൊ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ആണോ? എന്ത് മാഷ്കോ അതെന്താ മാഷ്ക്ക് ഇപ്പൊ ഫുഡല്ല ആവശ്യം, ഒരു ബെഡ് ബെഡാണ് ആവശ്യം, കിടക്കുക. ബെഡും കൊടുത്ത് ഒരു ചെറിയൊരു പുതപ്പും കൊടുത്ത് തലയിൽ ഇട്ട് കൊടുത്താൽ മാഷ അവിടെ കിടന്നു സ്വസ്ഥം സുഖം എന്നല്ലേ വിശേഷി. അതെ, കാണുമ്പോൾ അറിയാന്നല്ലേ. പക്ഷെ അതിലൊരു എനർജി, ഒരു ഡബിൾ എനർജി ഞാൻ പറയട്ടെ. ഏറ്റവും ഇപ്പോൾ ആണ് ടീസർ, ഗുരുവായൂരമ്പ ടീസർ വന്നത്. അപ്പോൾ അത് കണ്ട ടൈമിലും നമുക്ക് ഓക്കെ, എനിക്കൊന്ന് പല ആൾക്കാരും ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതാണ് ഞാൻ എന്താ പറയാട്ടോ, അതാണ് മാഷ് പ്രശ്നം. ഇപ്പൊ എന്താ പറയാ, നമ്മളിങ്ങനെ ഇരിക്കുന്നതിന് തൊട്ട് ഒരു കുട്ടി വിളിച്ചു. കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മാഷ ഈ ഗുരുവായൂർ അമ്പലം നടയിൽ ഉണ്ടല്ലോ, ഇതിന് മറുപടി ഞാൻ പിന്നെ പറയാം. ഇപ്പൊ അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് മാഷിന്റെ അടുത്ത് പറയാം, അതിന് മറുപടി കൊടുത്തിട്ട് വാ മാഷ എന്ന് പറഞ്ഞാൽ മാഷ് ഇവിടെ എനർജി ആയിട്ടിരിക്കും. കൊടുത്തു കഴിയുമ്പോ അത് കൊടുക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക. വേണമെങ്കിൽ ഒരു ഓഡിയോ തിരിച്ചയച്ചോ. അതെ, അത് ഞാൻ തന്നെയാണ്. ടീച്ചറൊക്കെ ഇറങ്ങിയിട്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കണം ആൾക്കാർ. അതെ, ഇന്റർവ്യൂ തീർത്തിട്ട് വേണം അതിന്റെ റെസ്പോൺസും ഫീഡ്ബാക്കും വന്നോണ്ടിരിക്കും. അല്ല, തീർച്ചയായിട്ടും നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 2-3 പേര് ഓഡിയോ മെസ്സേജ് ഒക്കെ വിട്ടല്ലോ. ഓക്കെ, അതിന്റെ സന്തോഷത്തോടു കൂടി തന്നെ പറയൂ ഇതിലെ ക്യാരക്ടർ പറയും അല്ലേ. ഇതില് ഒരു മുതലാളിയാണ്, വലിയ മുതലാളിയാണോ കൊച്ചു മുതലാളിയാണോ? ഒരു റിസോർട്ടിന്റെ കുഴപ്പമില്ല അല്ലേ. ഇദ്ദേഹത്തിന് അത്യാവശ്യം സഹായിക്കുന്ന മുതലാളി, ഒരു ഇദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു റിസോർട്ടിന്റെ ഓണർ. ശരി, എന്റെ ക്യാരക്ടറിന്റെ ഒരു സനോജ് എന്നാണ്. സനോജിന് ആവശ്യമുണ്ടെങ്കിലും ബാലൻ ചേട്ടനെ വിളിക്കും. ബാലൻ ചേട്ടനാണ് ഞാൻ. ഓക്കെ, സനോജിന് ആവശ്യം വരുമ്പോൾ ബാലൻ ചേട്ടൻ സഹായിക്കും. നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി അതൊക്കെയാണോ? അടിപൊളിയാണ് ആണെന്ന് നമ്മൾ പറയുന്നു. ഇനി നാട്ടുകാർ കണ്ടിട്ട് വേണം പറയാൻ. അതുപോലെ ബാലൻചേട്ടന് ഒരു പദ്ധതി ഉണ്ട്, സനോജിനൊരു പദ്ധതി ഉണ്ട്, ഒരു മെമ്പർ അമ്പളിക്ക് ഒരു പദ്ധതി ഉണ്ട്, പിന്നെ ഇവർക്ക് രണ്ടാമതും കൂടി ഒരു പദ്ധതി ഉണ്ട്. പദ്ധതി ആവിഷ്കരണ ഒരു പരിപാടിയാണ്. പദ്ധതികളുണ്ട്. ഇതൊക്കെ 26-ാം തീയതി നടപ്പിലാവുന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ പദ്ധതികളെല്ലാം. അപ്പോൾ എന്താ പറയൂ, എന്താണ് ഇതിൽ പരിപാടികൾ? ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പും മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലീഡ് റോൾ എന്തോ ഉണ്ടെന്നല്ലേ ലീഡ് റോൾ എന്ന് പറയുന്നത് ഇതിൽ തന്നെ അല്ലേ ആ ഒരു. അപ്പം ഇതിലേക്ക് എങ്ങനെയായിരുന്നു ഒരു എൻട്രി എന്ന് പറയുന്നത്? ഇതിലേക്ക് ഓഡിഷൻ വഴിയാണ് എൻട്രി. ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓഡിഷന്റെ ടൈം എങ്ങനെയായിരുന്നു? ശരിക്കും മൂവി എന്നുള്ള സംഭവം മൈൻഡിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂവിയിൽ തന്നെ വരിക? മുമ്പ് ചെയ്തിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ആസ് ഒരു ലീഡ് റോൾ ആണ് ഇതില്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. മൊത്തത്തിലേ ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഫാമിലി ഒരു മൂഡിലാണ് ഇരിക്കുന്നത്, ആ ഒരു വൈബ് നിങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിലും ഇങ്ങനെ തന്നെ ആയിരുന്നു? അതായത് എല്ലാവർക്കും കോമ്പിനേഷൻസ് എല്ലാവർക്കും ഉണ്ടായിരുന്നല്ലോ ഇല്ലേ? ആരും ഇതിൽ മസിൽ പിടിക്കുന്ന ടീമില്ല, എല്ലാവരും വളരെ കോമ്പിനേഷൻ. ആകെ ഇതിൽ മസിലുള്ളത് കലംബാസിന് മാത്രമാണ്. എല്ലാവർക്കും 6 പാക്ക് ആണ്, പുള്ളിക്ക് 5 ഉള്ളൂ. അതെ, പഞ്ചവത്സര പദ്ധതി ആയതുകൊണ്ട് 5 പാക്ക്. ഓക്കെ, സിജുവിന് ശരിക്കും നമ്മൾ ആ ഗ്രോത്ത് നമ്മളിങ്ങനെ ഒരു വ്യക്തിയുടെ മാറുന്ന കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ആദ്യമായിട്ട് എനിക്കൊന്ന് ഫസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ നമ്മളായിരുന്നു ആദ്യം ഇറങ്ങിയ മൂവി ഇറങ്ങിയ സിജുവിന്റെ ഫസ്റ്റ് മെയിൻ മൂവി ഇറങ്ങി കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഓരോ ഗ്രോത്ത് നല്ല നല്ല മൂവി, ഇപ്പം 19-ാം നൂറ്റാണ്ടാണെങ്കിലും അതിൻ്റെ സക്സസിൻ്റെ ടൈമിലാണെങ്കിലും യു ആർ സോ ഹാപ്പി. അത് ആ ഇമോഷണലി നമുക്കറിയാം, കാരണം സിജു ഭയങ്കര ഹാപ്പി പേഴ്സൺ ആണ്, എപ്പോഴും ചിരിച്ചിരിക്കുക കളിച്ചിരിക്കുന്നത്. പക്ഷേ ആ ടൈമിൽ ഒരു ഇമോഷണലി വന്നതും എൻ്റെ ഞാനിപ്പോഴും ഓർക്കുന്നത് എനിക്കൊന്ന് ബാസിയുടെ കൂടെയാണ് 2012-15 സമയത്ത് ഐസ് ടീ അല്ലേ? ഐസ് ടീ അന്നത്തെ ഹിറ്റ് സാധനമാണ്. ഐസ് ടീയിലെ കുട്ടാ നിനക്ക് ഒരു പരിപാടിയില്ല, നീ പോയി ആ കുട്ടി നോക്കിയോ ഓർക്കുന്നുണ്ടോ? ആ ഒരു ടൈം നോക്കുമ്പോ പിന്നെ സിജു ചെയ്ത ഷോർട്ട് ഫിലിമാണ്. അതെ, അപ്പൊ അന്ന് ഇക്കാടെ കടയെന്നൊക്കെ താഴെ ഇങ്ങനെ നടന്ന് വന്ന് ഇക്കാടെ കടയെന്ന് രാജഗിരിയുടെ അവിടെ ചായ കുടിച്ചിട്ട് പിന്നെ മേളിൽ കയറ്റം കയറുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഓരോ ഗ്രോത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സോ ഹൗ ഹാപ്പി ആറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഫ്രം ദ ഐസ് നോക്കുവാണെങ്കിൽ? ഭയങ്കര ഹാപ്പിയാണ്. കാരണം 14 ഇയേഴ്സ് കംപ്ലീറ്റ് ആവാൻ പോകുന്നു. 14 ഇയേഴ്സ് കൊണ്ട് ഈ പറയുന്ന പോലെ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റി, അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടി. അല്ലെങ്കിൽ സിജു വിൽസൺ എന്ന് പറഞ്ഞ് പേര് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. 19-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ആ പേര് രജിസ്റ്റർ ആയി. അതുവരെ ഈ പറയുന്ന പോലെ ഇന്ന പടത്തിലെ ആക്ടർ അല്ലെങ്കിൽ ഇന്ന സിനിമയിൽ ചെയ്ത ക്യാരക്ടർ നെയിംസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അറിഞ്ഞു വരുന്നത്. അപ്പോൾ പേര് ഭയങ്കരമായിട്ട് രജിസ്റ്ററായി. അതുപോലെ തന്നെ നല്ല പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അതിനുവേണ്ടി ട്രൈ ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ടൈമിൽ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ സിനിമകളിലും അഭിനയിച്ച് ഇതെല്ലാം മനസ്സിലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രാവല് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഈ ട്രാവലാണ് എന്നെ ഇവിടെ ഇപ്പം എത്തിച്ചേക്കുന്നത്. ഇനിയും ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട് മുമ്പോട്ട് പോകാനായിട്ട്. ഒരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിൽ പറയാം, ഒരു 1 സ്റ്റെപ്പ് എടുത്ത് വെച്ചേക്കുന്നുള്ളത് പറയാം. എനിക്ക് ആ ടൈമിൽ തന്നെ നല്ല ഫ്രണ്ട്സ് ഉള്ള ഒരു ആളായിരുന്നു. നല്ല രീതിയിൽ എപ്പോഴും ഒരു സറൗണ്ടഡ് ഗുഡ് ഫ്രണ്ട്സ് എന്നുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജീവനാണ്. കൃഷ്ണൻ അതുപോലെ തന്നെ നമ്മളിപ്പം ഓരോ ചില ആക്ടേഴ്സിനെ എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഈ പറയുന്ന കുറേ അഭിനയിച്ച് കുറേ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു റോളിലായിരിക്കും പെട്ടെന്ന് ഒരു ഹിറ്റാകുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൃഷ്ണചേട്ടന് ഒരു ഭയങ്കര ഭാഗ്യം എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ചെയ്യുന്ന റോള് തിയേറ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു നാടകങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞ് മൂവി വന്ന് ആ റോളിനെ ആൾക്കാർ അവരൊറ്റ റോള് കൊണ്ട് വാവ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഇപ്പോഴും എനിക്ക് തോന്നുന്ന ആൾക്കാർ ആ ഒരു കാര്യത്തെ പറ്റി ഇപ്പോഴും ചോദിക്കുന്നു. ഇപ്പോഴും മെസ്സേജ് അയച്ചപ്പോൾ ആ ഓഡിയോ മെസ്സേജിൽ ഇപ്പോഴും ആ പടത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അതന്നെയല്ലേ സന്തോഷം. ആ ഒരു സിനിമ റിലീസായതുകൊണ്ടാണ്, റിലീസായി അത് ജനങ്ങളെ ഏറ്റെടുത്തപ്പോഴാണ് നമ്മൾ ആളുകൾ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത്. അത് വലിയ കാര്യം. ഈ നാടകം ചെയ്യുന്ന ടൈമിൽ ഇപ്പം പലപ്പോഴും ആൾക്കാർക്കുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം നാടകം, സീരിയൽ, സിനിമ ഇത് മൂന്നും വെച്ച് നോക്കുമ്പോൾ സീരിയലിൻ്റെ ആക്ടിങ് വേറൊരു ഡിഫറെൻറ്റ് പരിപാടിയായിരിക്കും. നാടകം കംപ്ലീറ്റ്ലി നമ്മൾ കുറച്ചുകൂടെ ഇൻപുട്ട് എടുത്ത് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് കുറച്ചുകൂടെ ലൗഡ് ആകണം. ആ സ്ഥലത്ത് ഉള്ളവരെ ഇത് സീരിയൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയി. അപ്പം ആ നാടകത്തിൽ നിന്ന് പെട്ടെന്ന് സീരിയലിലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് അല്ലെ? ആ ഒരു നാടകം എന്ന് പറയുന്നത് കുറച്ചുകൂടി കഷ്ടപ്പെടേണ്ട ഒരു ഫീൽഡ് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുന്ന സമയത്ത് ഈ ഓഡിയൻസിന് മുഴുവൻ നമ്മുടെ ശബ്ദം കേൾക്കണം. അതെ. ഭാവവും അതുപോലെ വേണം. വളരെ ദൂരെ നിൽക്കുന്നവർക്കും നമ്മളൊരു ഇത് കിട്ടണ്ടേ. പ്രത്യേകിച്ച് തെരുവ് നാടകമല്ലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ച് വേണം സംസാരിക്കാൻ. സാധാരണ പോളത്തിൽ ഈ പറയുന്ന പോളത്തിൽ പറഞ്ഞാലൊന്നും ആളുകളത് സ്വീകരിക്കില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. പിന്നെ നാടകത്തിൽ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു തന്നെ പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടി റീടേക്കില്ല, വീണ തന്നെ. അത് റിസ്ക്കും കൂടെ അല്ലേ? ചില നാടകങ്ങളെല്ലാം ചിലപ്പോൾ 1 മണിക്കൂറിലെ നാടകം ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീർന്ന ചരിത്രമെല്ലാം ഉണ്ട്. അവസാനം പറഞ്ഞ ഡയലോഗ് ആദ്യം പറഞ്ഞാൽ നാടകം തീർന്നല്ലോ. കാണികൾക്ക് അത് മനസ്സിലായി. സംഗതി വലിയ ബുദ്ധിമുട്ട്. നാടകം കളിക്കുക എന്ന് പറയുന്നത് ഇന്നും ആവേശം തന്നെയാണ്. നാടകം കളിക്കുക എന്ന് പറയുന്നത് നാട്ടിലേക്ക് ഇപ്പോഴും നാടകങ്ങൾ സജീവമാണ്. ഇപ്പോൾ അവിടെ NN പിള്ളയുടെ പേരിൽ നാടക മത്സരം നടന്ന കേരളത്തിലെ ഏക സ്ഥലം നമ്മുടെ നാടാണ് മാണിയാട്ട്. NN പിള്ള സ്മാരക നാടക മത്സരം. ഒരു 3000-ലധികം ആളുകൾ നാടകം കാണാൻ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോഴും 10 ദിവസമാണ് നാടക മത്സരം. ഒരു ദിവസം 2 ദിവസമല്ല, ഈ 10 ദിവസവും നിറയെ ആളുകൾ വരും. നാടകം ആളുകൾ ഇപ്പോൾ നെഞ്ചേറ്റുന്നൊരു സ്ഥലം തന്നെയാണ്. എൻ്റെ നാട് തടിയങ്കോലായാലും തൊട്ടടുത്ത് ഉദിനൂർ, ഈ പ്രദേശങ്ങളിലെല്ലാം. ഇപ്പോൾ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ സീരിയൽ ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ സീരീസ് ചെയ്യുവാണെങ്കിലും ആ കാര്യത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കയ്യടിയും സ്നേഹം കിട്ടിയ ഒരു വ്യക്തിയാണ് നിശ്ചയിച്ച്. എവിടെ ചെന്ന് കഴിഞ്ഞാലും മേ ബി എനിക്കൊന്ന് പുറത്തിറങ്ങിയാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും, കാരണം എനിക്കൊന്ന് ഒരു 2-3 മാസം കൂടെ കഴിഞ്ഞാൽ വേറൊരു പരിപാടി ഔട്ടാകാനിരിക്കുകയാണ് നിങ്ങളുടെ തന്നെ ചാനലിൽ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയുകയാണെങ്കിൽ. ശരിക്കും ഇപ്പോഴും അത് നിർത്തിയെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഈ അടുത്തൊന്നും പോകാൻ വഴിയില്ല. അതെന്ന് വെച്ചാൽ കാരണം അതിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് അത്രയും ഒരു നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ടാവണം. ഇപ്പോൾ മാഷിൻ്റെ വീട് എടുക്കുക, മാഷിൻ്റെ വീട്ടിൽ ഭാര്യയൊക്കെ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞേക്കുക.
പിന്നെ സിജുവിൻ്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞിട്ടില്ല. എന്താണ് ഉപ്പുകൾ കാണാറുണ്ടോ ഇല്ലെന്ന് വൈഫ് ഭയങ്കര മമ്മിയെ കാണാറില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവരാണെങ്കിലും അങ്ങനെ എല്ലാവരും അങ്ങനെ എവിടെ ചെല്ലുമ്പോഴും നമ്മളിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ കുറേ വർഷമായിട്ട് ഇപ്പോൾ 14 വർഷമായെന്ന് പറയണു. ഞാൻ 23 വർഷം കഴിഞ്ഞു ഞാൻ. അപ്പോൾ 8 വർഷം മുന്നേ ആയിരുന്നു നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയത്. അപ്പോൾ ആ ഒരു നമുക്ക് ഇത്രയും വർഷമൊക്കെ പിടിക്കും നമ്മളൊന്ന് പച്ച പിടിച്ച് വരാനായിട്ട്, ഗ്രോ ചെയ്ത് അതാണ് ഒന്ന് കയറി വരാനായിട്ട്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ടാണ് ഈ ഇങ്ങനൊരു നല്ല ക്യാരക്ടർ കിട്ടിയത്. സിജു വിശ്വസിക്കുന്നുണ്ടോ ഇപ്പം നല്ലൊരു ടീം ആക്ച്വലി, അല്ലെങ്കിൽ ഇപ്പം പലരും പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കാം. കാരണം നല്ലൊരു ഫ്രണ്ട്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതോ ഇപ്പം നമുക്ക് കഴിവുണ്ട്, ഓക്കെ ഫൈൻ, നമ്മൾ കയറും. പക്ഷെ അതല്ലാതെ ഒരു എക്സ്ട്രാ ഒരു ടീം നമ്മുടെ കൂടെ എപ്പോഴും അങ്ങനെ ഒരു മൂവി ടീം വേണം എന്നുള്ള നിർബന്ധമാണ്? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അതൊരു എക്സ്ട്രാ എനർജി എന്ന് അത് ആഡ് ഓൺ ആണ്. ആഡ് ഓൺ തീർച്ചയായിട്ടൊരു ആഡ് ഓൺ തന്നെയാണ്. എപ്പോഴും ഒരു സപ്പോർട്ടീവ് ഇതുണ്ടാവും. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. ഉണ്ടെങ്കിലും നല്ലതാണ്, ഇല്ലെങ്കിലും പ്രശ്നമില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ ടീമായിട്ട് എപ്പോഴും സിനിമ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, അതായത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ട് ഒറ്റയ്ക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. നമ്മുടെ വഴി നമ്മൾ തന്നെ തെളിച്ച് മുമ്പോട്ട് പോകേണ്ടി വരും. ഓരോരുത്തർക്കും ഓരോ വഴികളാണ്. അപ്പോൾ ആ വഴികളിൽ കൂടി നമ്മൾ തെളിച്ച് നമ്മുടെ ഒരു നിശ്ചിത സ്ഥാനത്ത്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് എത്തേണ്ടി വരും. അപ്പം അത് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ല ടീമായിട്ട് തന്നെ ഇങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ ആക്ടർ നമ്മൾ ഗ്രോ ചെയ്യില്ല. കാരണം ടീമിൽ ആ സർക്കിളിൽ തന്നെ ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ആസ് എൻ ആക്ടർ നമ്മൾ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് കുറേ കംഫർട്ട് സോൺസ് ഉണ്ടാവും. ഇതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഒരു ആക്ടർ എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഒരു ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട്. അപ്പം അതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. അതൊക്കെ കണ്ടിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. ഇപ്പം ടീമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇപ്പം ചിലർ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംപ്രവൈസ് ചെയ്യാം. ഇപ്പം നമ്മുടെ കംഫർട്ട് ടീമാണെന്നുണ്ടെങ്കിൽ ഇംപ്രവൈസേഷൻ കുറച്ചുകൂടി ഈസി ആണെന്ന് എനിക്ക് കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി ശരിയായൊരു ഘടകമാണോ? അല്ല, അത് നമുക്ക് ചെല്ലുന്നിടത്തും അതുപോലെ ഒരു ഗ്രൂപ്പ് കിട്ടിയാൽ നമുക്ക് അവിടെയും അത് ഈസിയാണ്. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ചെയ്തത്. അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ പക്ഷെ ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. അപ്പം നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ പരസ്പരം കൂടെ നിൽക്കുന്ന ആൾക്കാരും അതിന് കംഫർട്ടാണെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ഇന്ന ആൾക്കാർ അവർ തന്നെ വേണം അങ്ങനെയൊന്നും ഇല്ല. നമ്മളിപ്പോൾ ചെല്ലുന്നിടത്ത് ആ ക്യാരക്ടേഴ്സ് ആരാണോ അവരൊപ്പം നിന്ന് ചെയ്യാൻ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവണം. ഞാനിങ്ങനെ ചെയ്യണമെന്നുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ചോദിക്കാമല്ലോ. പക്ഷേ ഈ സിജു ഒക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചാണ് വന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിലിപ്പോൾ നായകൻ്റെ കഥാപാത്രവും എൻ്റെ കഥാപാത്രവും തമ്മിൽ ഒരുപാട് അടുത്ത് നിൽക്കുന്നൊരു ക്യാരക്ടർ കോമ്പിനേഷൻസും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സിജു ആണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഇവരുടെ കൂടെയൊന്നും അഭിനയിച്ചിട്ടില്ല. പിന്നെ സിജു മറ്റേ 19-ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞ് ആ ഒരു എതിർ നിൽക്കുകയാണ്. കിട്ടുവായിട്ടൊക്കെ നിൽക്കണതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെയല്ല. അപ്പൊ അതല്ല, ഇപ്പൊ ഇവര് നായകന്മാര് ഇവരുടെയൊക്കെ ആ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരൊക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വേറെ സൈഡ് ക്യാരക്ടേഴ്സ് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഹീറോയെ കിട്ടുക എന്നുള്ളത് ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് കംഫർട്ടാണ്. എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചോദിക്കുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ പറയുമായിരുന്നു. അത് ഭയങ്കര സന്തോഷമാണ്. കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകൾക്ക് അത് ഏറ്റവും സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടുത്തുനിന്ന്, ഇപ്പോൾ മാഷിൻ്റെ അടുത്താണെങ്കിൽ എല്ലാവരും അടുത്തുനിന്ന്. അതാണ് ശരിക്കും പറഞ്ഞ ഒരു ക്രൂ എന്ന് പറയണത് അല്ലേ? സ്ട്രിങ്, ഒരു ഹാപ്പി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എവിടെ ചെന്നാലും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയാൽ നമുക്ക് എല്ലായിടത്തും
ഗ്രൂപ്പ് ഉണ്ടാവും ചിലയിടത്തൊക്കെ. ഇതിലെങ്ങനെയുണ്ട് ആക്ടിങ് ചെയ്ത ടൈമിലല്ലേ ഫസ്റ്റ് ഷോട്ട് അല്ലെ ആ ഒരു ടൈമിലുള്ള കംഫർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൽ? അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും പഠിക്കാൻ പറ്റും പുതിയതായിട്ട് എന്തെങ്കിലും? കാരണം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ചിലപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളും ചില കാര്യങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കലി. അങ്ങനെ നോക്കുവാണെങ്കിൽ അല്ല ഇപ്പൊ പറഞ്ഞു പാറയുടെ മുകളിലേക്കാണ് ഷൂട്ട്. അപ്പൊ ആരും ഇങ്ങനെ മടുപ്പൊന്നും കാണിക്കാണ്ട് ഒരു സീനിയർ ആയിട്ടുള്ളവരൊക്കെ മടുപ്പൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഷോട്ടാണ് ഇപ്പൊ പോവാന്നുള്ളത് അതൊക്കെ മനസ്സിലാക്കിയൊരു ഇതായിരുന്നു. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കണം എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ മൊത്തത്തിൽ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും മൈൻഡിൽ 3 തരം ഉണ്ടാകും. ഒന്ന് എല്ലാവരും ഒരേപോലെ ഈ പറയുന്ന പോലെ ഒരു കംഫർട്ട്, എല്ലാവർക്കും ഒരേ കംഫർട്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു അങ്ങനെ ഒരു സിങ്ക് വരണമെന്നില്ല. ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ അടിച്ചു പൊളിയായിരുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? എത്രത്തോളം പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ഐ മീൻ ടെറൈനും പ്രോബ്ലംസും വെല്ലുവിളികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഈ ഭക്ഷണം കഴിച്ചാൽ നമുക്ക് അവിടെ ഒരു മേലെ ഒരു പിന്നെ ഏറുമാടമുണ്ട്. നമ്മൾ ഏറുമാടത്തിൽ പോവും, അവിടെ ഇരുന്ന് പാട്ട് പാടും, അടിപൊളിയായിട്ട്. അവിടെ മാഷാണ് കൂടുതൽ പോയി നമ്മളല്ല, മാഷാണ് കൂടുതൽ. അവസാനം 2 ദിവസമാണ് ഞാൻ അറിഞ്ഞത് അവിടെ അങ്ങനെ ഒരു സംഭവം. അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് ഇവിടെ സ്ഥിരം മാഷാണ് വന്നിരിക്കാറാണ്. ചൂടില്ല, നല്ല സുഖാണ്. അവിടെ കുറെ കമ്പനിയും പുതിയ ഉണ്ടാക്കി. അവർ നല്ല എല്ലാം വയനാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ നമ്മളെ കൂടെ വർത്താനം പറയാനും അവരിപ്പം വിളിക്കുകയും ചെയ്യും കേട്ടോ. ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഇത്രയും കാലമായി എന്നാലും ഇടക്ക് വിളിക്കും. അവിടെയുള്ള ആൾക്കാരല്ലേ അവിടെ നിന്നുള്ള ആഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റിൽ അവര് ആ മനോജ് എത്രയോ ദൂരമാണ് അദ്ദേഹത്തിന്റെ വീട്. മനോജ് പഴയ നമ്മള് വേനൽ തുമ്പിയിൽ ക്യാമ്പിലൊക്കെ പങ്കെടുത്ത അദ്ദേഹം ഞാനാടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുതന്നു. എനിക്ക് പനി വന്നിട്ട് കഞ്ഞി കൊണ്ടുത്തരുമായിരുന്നു എല്ലാ ദിവസവും. കഞ്ഞി അവര് ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. കുറച്ച് ദിവസം അടുപ്പിച്ച് ഒരു കഞ്ഞി ഹോട്ടലിൽ രാത്രിത്തേക്ക് കൊണ്ടുവരും, ഉച്ചയ്ക്ക് ലൊക്കേഷൻ കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തൊരു ടേസ്റ്റ് ആയിരുന്നു കഞ്ഞിക്കൊക്കെ. അതെന്ന് വെച്ചാൽ അവിടുത്തെ നാടൻ ഫുഡ് അല്ലേ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനിയും അവരായിട്ട് ഇനി ആ വഴി പോകുമ്പോൾ അവിടെ കയറി ഇടയ്ക്ക് കഴിക്കാൻ അവർ വന്നിട്ട് അവർ വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വിളിക്കും, ഞാൻ അങ്ങോട്ട് വിളിക്കും. അവിടെ ചെല്ലുകയാണെങ്കിൽ അവരുടെ വീട്ടിൽ താമസിച്ചാൽ മതി എന്നിപ്പോൾ അവരുടെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വിളിച്ചു. എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അവരുണ്ടാവും. പക്ഷെ പോയില്ല. അവർ അങ്ങനെയൊക്കെ കുറേ ഭയങ്കര നാട്ടിൻപുറത്തെ ആൾക്കാരെ അറിയാമല്ലോ പൊതുവെ നമ്മളെ. അതെന്ന് വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ വല്ലപ്പോഴും അല്ലേ കാണണേ. ആർട്ടിസ്റ്റുകളൊക്കെ വല്ലപ്പോഴും. നമ്മള് പോകുന്ന ടൈമിലാണ് കുറച്ച് അധികം സിനിമകൾ അവിടെ ഷൂട്ട് ഒരുപാട് ഷൂട്ട് ഹോട്ടൽസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർക്ക് അവിടെയുള്ള ആളുകൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ അധികം ഷൂട്ടുകളൊന്നും ആ ഭാഗത്ത് നടക്കാറുണ്ടായിരുന്നു. ആ നാട്ടിലുള്ള കുറെ ആൾക്കാർ അഭിനയിക്കാനുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഇത് നോക്കുമ്പോൾ അവരെയും കൂടെ ഉണ്ടായിരുന്നു. അവർക്കും അതൊരു ഹാപ്പിനെസ് ആണല്ലോ അല്ലേ? അവർക്കും അവരും ആൾക്കാരുടെ അടുത്ത് ചെന്ന് പറഞ്ഞ് പിന്നെ ഈ പടം വരും, അതും ഒരു ഇതാണ്. അവരും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ആണല്ലേ. ഇപ്പൊ ഈ ചില തിരക്കഥകൾ നമുക്ക് കിട്ടുമ്പോഴേ അത് നമ്മളെ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കും. പക്ഷെ അങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു, പക്ഷെ അത് എന്തുകൊണ്ടോ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സംഭവങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടോ? അല്ലെ അങ്ങനെ ഒരു സംഭവങ്ങൾ സുജിനെടുത്ത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിലൊന്നും കൂടി ഇരുന്ന് കേട്ട് കഴിയുമ്പോൾ ആ പഴയ എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒന്നും കൂടി റീവർക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം തോന്നിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒരു ഹെൽത്തി കോൺവെർസേഷനും ഹെൽത്തി ഡിബേറ്റ്സും പരിപാടികളൊക്കെ എടുത്തിട്ട് അത് എന്താ പറയുക വൃത്തിയാക്കിയിട്ട് അങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. കാരണം സിനിമ ഒരിക്കലും ഇറങ്ങുള്ളൂ, ഒരു സിനിമ ഒരിക്കലും ഇറങ്ങുള്ളൂ. അപ്പോൾ ഏറ്റവും വൃത്തിയായിട്ട് നമ്മൾ എത്ര പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ്സ് എ ടീം വർക്ക്. അപ്പോൾ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് പല സ്വഭാവമുള്ള ആൾക്കാർ ജോയിൻ്റായിട്ട് നിന്നിട്ട് ഒരു സിനിമ പൂർത്തിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു ക്ലാരിറ്റിയോടുകൂടി ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് പലപ്പോഴും ഈ ബാലൻസിങ് പലപ്പോഴും തെറ്റും. അപ്പോഴൊക്കെയാണ് ഈ പറയുന്ന സിനിമകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ വിചാരിച്ച പോലത്തെ ഒരു ഔട്ട് ചിലപ്പോൾ കിട്ടാതെ വരികയും അങ്ങനത്തെ സംഭവങ്ങൾ. ചിലത് ഭയങ്കര ഗംഭീരമാവും നമ്മുടെ ഇതില്. പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സിനിമയിലത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ സീരീസ് അല്ല സീരീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്കൊരു റോളുണ്ടല്ലോ, അതിനകത്ത് നമുക്ക് ആൾക്കാർക്ക് അറിയാവുന്നൊരു നിശ്ചയിച്ചുണ്ടല്ലോ.
അത് വെച്ച് തന്നെ സിനിമകൾ അല്ലെ ആ ഒരു സെയിം കാറ്റഗറി അല്ലെ ആ ജോണർ വെച്ച് തന്നെ കുറേ സിനിമകൾ അടുപ്പിച്ച് വരാൻ ചാൻസ് ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അപ്പോൾ അതിനെ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് സെയിം ആണ്, അത് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ കുറേ വിളിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മളങ്ങനെ അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള കാര്യം വരുമ്പോൾ ഞാൻ പതുക്കെ പറയും. പറയും. കാരണം അതുപോലെ തന്നെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ കുറച്ച് പിന്നെ ചിലതൊന്നും നമുക്കൊന്നും പറയാനും പറ്റാത്ത സിറ്റുവേഷൻ വരുമല്ലോ അല്ലേ. എങ്ങനെ പറഞ്ഞാൽ അവരെന്ത് നമുക്ക് പറയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെയുള്ളത് ചിലപ്പോൾ പക്ഷെ എന്തോ എനിക്ക് പക്ഷേ ഉണ്ടല്ലോ ഞാൻ ചെയ്തത് 1-2 അങ്ങനെ വന്നുള്ളൂ. പക്ഷെ ചെയ്തതെല്ലാം ഡിഫറെന്റ് ആയിരുന്നു അല്ലേ. പക്ഷെ എന്നാലും നമ്മളെ സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവാം അല്ലേ. അങ്ങനെ വിട്ടിട്ടുണ്ട് 2-3 അങ്ങനെ വിട്ടിട്ടുണ്ട്. അതേ ടൈപ്പ് തന്നെ വന്നപ്പോൾ പക്ഷെ എനിക്കിപ്പോൾ അതിന് ശേഷം വന്നതെല്ലാം പിന്നെ അങ്ങ് നല്ലത്. ആ ഒരു ഇപ്പോൾ മേപ്പടിയാനാണെങ്കിലും കപ്പേള, മേപ്പടിയാൻ, തണ്ണീർമത്തൻ ഇതൊക്കെ നോക്കുമ്പോൾ 3 ടൈപ്പായിരുന്നു. പ്രകാശം പറക്കട്ടെ അതിലും വേറൊരു ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല ഇപ്പൊ ഇത്രയും ചെയ്ത ഒരു അമ്മയാ ആ ക്യാരക്ടറേ അല്ല ഇത്. പഞ്ചവത്സര പദ്ധതിയിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ചേച്ചി. അത് തന്നെയാണ് അതുമായിട്ടൊന്നും ഒരു സാമ്യമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. ഓക്കെ. സിജു ആണെങ്കിലോ ഇതിലെ ഒരു ക്യാരക്ടർ നോക്കുമ്പോൾ ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഇതിലപ്പം എങ്ങനെയാണ് ചെറിയൊരു ക്രൂക്കഡ്നെസ്സും ഇതൊക്കെ ഉള്ള ഇയാൾക്കൊക്കെ ഓരോ പദ്ധതികളുണ്ട്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സിജു. ഇതുപോലത്തെ ചെയ്തിട്ടേ ഇല്ല. സനോജ് എന്നുള്ള ക്യാരക്ടർ ചെയ്തിട്ടില്ല. ഈ സനോജിനെ പോലത്തെ ഒരു ക്യാരക്ടർ സിജുവിന്റെ ഒരു ഫിലിമിലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവം ഞാൻ പറഞ്ഞത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയും ഡിഫറെൻറ്റ് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറും ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതിൻ്റെ തിരക്കഥ കേട്ടപ്പോൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചൂസ് ചെയ്തത്. ചേട്ടനാണെങ്കിലോ ഇതിലെ ഒരു ക്യാരക്ടർ, കാരണം നമ്മൾ വളരെ കുറച്ച് ഒരു സിനിമയിലുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളത് തീർച്ചയായിട്ടും ചേട്ടനും ആ ഒരു മൈൻഡായിരുന്നു പണ്ട് മുതലേ അല്ല ഇപ്പോഴും ഒക്കെ. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇതിലത്തെ മുതലാളിയാണ്, പക്ഷേ ആ മുതലാളിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ് ഇതിൽ നോക്കുകയാണെങ്കിൽ സനോജിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിട്ട്? മുതലാളി പരോപകാരിയാണ്, പക്ഷേ പുള്ളിക്കും കുറേ പദ്ധതികളുണ്ട്. തമിഴ് ഓഫേഴ്സ് പരിപാടികൾ വന്നിട്ടില്ലേ? വന്നിരുന്നു. എനിക്കൊന്ന് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അപ്പൊ അതെങ്ങനെയാ നമ്മൾ അല്ല ഈ മണിരത്നം സാറിന്റെ PS 1 ഗോൾ ഒന്നുണ്ടായിരുന്നു. അതെ. ആ ടൈമില് PS1 PS2 ആ ടൈമില് 19-ാം നൂറ്റാണ്ട് ഒരു സ്കെഡ്യൂൾ ബ്രേക്കിന്റെ ടൈമിലായിരുന്നു. അതെ. അപ്പോ എനിക്ക് ഈ 19-ാം നൂറ്റാണ്ടിൽ ലുക്കും ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്. ഹെയർ ഒക്കെ അതുപോലെ കട്ട് ചെയ്തേക്കാറ്. അവർക്കതിലും ഈ പറയുന്ന ലുക്കാണെങ്കിലും ഫൈനാന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് നമ്മള് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ആറാട്ടുഴ വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആ ലുക്കും ഫിസിക്കും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ലുക്കിൽ തന്നെ വേറൊരു ഇതിൽ കാണാന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി എന്നോട് താല്പര്യമുണ്ടായിരുന്നു. കാരണം നമ്മള് 2 കൊല്ലം ഡെഡിക്കേറ്റ് ചെയ്ത് എഫേർട്ട് എടുത്ത് ആ സംഭവമൊക്കെ ചെയ്തിട്ട് യൂണീക്കായിട്ട് തന്നെ നിൽക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തായിരുന്നു. വലിയ ക്യാരക്ടർ ഒന്നുമല്ല, ഒരു 10 ദിവസം 10 to 15 days ആണ് വന്നത്. അപ്പോൾ അത്യാവശ്യം ഫൈറ്റും പരിപാടികളൊക്കെ ഉള്ള ഹോഴ്സ് റൈഡിങ്ങും ഇതൊക്കെ ആവശ്യമുള്ളതായിരുന്നു. ഈ 19-ാം നൂറ്റാണ്ട് കുറച്ച് പ്രൊമോഷണൽ സാധനങ്ങളൊക്കെ കണ്ടിട്ടാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഞാൻ ആ സമയത്ത് 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമ ഇല്ലായിരുന്നു, നീ ഉറപ്പായിട്ടും പോയി ചെയ്താണ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. അപ്പൊ അതും അങ്ങനെ നടന്നില്ല. പിന്നെ വേറൊരു സിനിമ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഡേറ്റ് ഫ്ലാഷസ് കാരണം. പിന്നെ പക്ഷെ ആ ഒരു ആഗ്രഹമുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എല്ലാ ലാംഗ്വേജിലും ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാൽ മലയാളം സിനിമകൾക്ക് ബാക്കി സംസ്ഥാനങ്ങളിലും നല്ല അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് എത്തിക്കാവുന്നുള്ളൂ. അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് കുറെ ബ്രേക്ക് എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ടി വരും. അറിയില്ല എങ്ങനെയാണ് ഭാവിയിൽ നല്ല ക്യാരക്ടേഴ്സും തീർച്ചയായിട്ടും ചെയ്യും. പക്ഷെ അതുകൊണ്ട് 19-ാം നൂറ്റാണ്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് എപ്പോഴും ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ. കാരണം അത് ഇറങ്ങി അത്രയും വിജയിച്ച് അത് മാത്രമല്ല, ഞാൻ പേഴ്സണലി സിജുവിനെ അത്ര ഇമോഷണലി കണ്ട വേറൊരു സ്ഥലം ഇല്ല എന്നാണ് ഞാൻ ബിലീവ് ചെയ്തത് അല്ലേ? അത് ആ ഒരു വന്ന എഫേർട്ട് കിട്ടണ്ടല്ലോ. അപ്പൊ അത് അതിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരുമ്പോ നമുക്ക് സന്തോഷാസ്ത്രമാണ്. അതായത് ഇതിൽ ആ മൊമെന്റ് ഒന്നാണ് നമ്മള് എഫേർട്ട് എടുത്തിട്ട് അതിനൊരു വിജയം കണ്ടെത്തി എന്നുള്ളതിന്റെ മൊമെന്റാണ്.
ഓക്കെ, ഫൈനലി ഞാൻ ആദ്യം ചോദിക്കാൻ വന്നത് ഇപ്പം നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ടല്ലോ ഗുരുവായൂരമ്പനാട്, അതിന്റെ ഒരു സന്തോഷം കൂടെ ഒന്ന് പറയാം. ഫൈനൽ എന്തായാലും ഇറങ്ങാൻ പോകുന്ന പടം തന്നെയാണല്ലോ. അതിലുള്ള സന്തോഷം എന്ന് പറയുന്നത് സന്തോഷം ബാക്കി ഇപ്പൊ അല്ല ഇന്റർവ്യൂവിന് 5 മിനിറ്റ് മുമ്പാണ് ടീച്ചർ റിലീസ് ആയത്. അതിലുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞത് ഒന്ന് ആ ടീമിന്റെ കൂടെ പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അതിൽ. അപ്പോൾ അവരെ കൂടെ അഭിനയിക്കാൻ വേണ്ടി കഴിഞ്ഞു. നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവർ വിളിച്ചപ്പോൾ തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ റെന്നി ചേട്ടനും അതുപോലെ തന്നെ നമ്മളെ ഹാരിസ് കെ ആണ് വിളിച്ചത്, പിന്നെ അനീഷ്, വിനോഷ്. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ അത് കാസർഗോൾഡിൽ ഉണ്ടായപ്പോഴാണ് ആ ഒരു ബന്ധം ഉണ്ടായത്, കണക്ഷൻ കാസർഗോൾഡ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വിളിച്ചു. അത് അടിപൊളിയാവട്ടെ. അടിപൊളിയാവും. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇനി ഫൈനലി ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് കഫേയുടെ ഒരു ചലഞ്ചാണ്. ഒറ്റ സംഭവമേ ഉള്ളൂ. ഒരു മലയാളം പാട്ട്, അത് ഇംഗ്ലീഷിൽ അതിൻ്റെ ലിറിക്സ് പറയുന്നു. അപ്പോൾ ഏത് മലയാളം പാട്ടാണ് പറയുക? ഇംഗ്ലീഷിൽ ആ മലയാളം പാട്ടിൻ്റെ ലിറിക്സ് മാറ്റി ഇംഗ്ലീഷിൽ പറയും. അത് ഏതാണ് കണ്ടുപിടിക്കാം. ചെറിയ സംഭവം. അതോടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വൈറ്റ് ഡവ് അറ്റ് ഡോർ സ്റ്റെപ്പ്. വൈറ്റ് ഡവ്, പ്രാവ്, വൈറ്റ് ഡവ്, വെള്ളരി പ്രാവ്. പറയാം, ആ പാട്ടാണ് പറയണ്ടേ. വൈറ്റ് ഡവ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, ഹേർഡ് ഇറ്റ് നോക്കിംഗ് വിത്ത് വേർഡ്സ്. അത് മാറ്റി അങ്ങോട്ട് ആക്കില്ലേ? അത് മാറ്റി അങ്ങോട്ടാക്കി. തകർത്ത് കളഞ്ഞു. ബാക്കിയുള്ളവർക്ക് പറയാൻ പോലും സമയം കൊടുത്തില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. പഞ്ചവത്സര പദ്ധതി അടിപൊളിയായിട്ട് തിയേറ്ററിൽ റൺ ചെയ്യട്ടെ. ഫ്രം April 26 ആണ്. സോ ഡു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുക. അടിപൊളിയാവട്ടെ, നല്ലൊരു റിവ്യൂ വരട്ടെ, ഗംഭീര മൂവി ആയിട്ട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പറഞ്ഞൊരു പൊളിറ്റിക്കൽ സറ്റയർ ഒരു പരിപാടി ആയിരിക്കും. അപ്പോൾ അതിന് ഓൾ ദി വെരി ബെസ്റ്റ്. സെറ്റ്.